ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയ്ക്ക് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയണോ അതോ കോളേജ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക്. രാവിലെ എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്ത് നേരം പുലർന്നു വരുന്നത് കണ്ടു. പുലർന്നു വരുന്നത് കാണാനായിട്ടൊന്നുമില്ല, 7 മണിയായിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ സ്വന്തം അടുക്കള. വെച്ചുണ്ടാക്കി തരാനായിട്ട് ഞങ്ങൾക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ എന്തെങ്കിലും വെച്ചുണ്ടാക്കിയാലേ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ തന്നെ വെള്ളം കുടിച്ചു. ഞാൻ ഇപ്പോഴും പറയുന്നു, വെള്ളം കുടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മളിത് ചെറുപയറല്ലേ, ഇതിനകത്ത് ചെറുപയർ ഇരിക്കുകയാണ്. ഇത് ഇതുവരെ അടിക്കുന്ന പോലും ഇല്ല. അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്കിന്ന് എന്താണ് കറി? നമുക്കിത് പയറാണ് കറി. ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചോറ് ഇവിടെ റെഡിയാണ് ഗൈസ്. ഇത്രയും ചോറ്, ഒരാഴ്ചത്തേക്കുള്ള ചോറുണ്ട്. അങ്ങനെ രാവിലത്തെ അടുക്കള പരിപാടി കഴിഞ്ഞ് ഇനി കോളേജിലേക്ക് പോകാൻ ഒരുങ്ങാം. അങ്ങനെ ഒരുപാട് ഒരുങ്ങാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് മുടി ചീവി കെട്ടി പൊട്ടുകുത്തി ലിപ്സ്റ്റിക് ഇട്ട പരിപാടി കഴിഞ്ഞു. പണ്ടൊക്കെ ആയിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും കണ്ണൊക്കെ എഴുതി വാലൊക്കെ ഇട്ട് മുടിയൊക്കെ രണ്ടായിട്ട് വെന്നി, അതൊക്കെ ഒരു രസമായിരുന്നു. ഇപ്പോഴൊക്കെ ഒരുങ്ങിയാലൊരുങ്ങി, ഇല്ലെങ്കിലില്ല. ആരെ കാണിക്കാനാ? ഐലൈനർ ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് കംപ്ലീറ്റ് ആയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മേക്കപ്പിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഞാൻ കൊടുക്കാറില്ല. ഇത്രയും ചെയ്താൽ തന്നെ പുട്ടിയെന്ന് പറയുന്ന സമൂഹമാണ് എന്തായാലും പെൺപിള്ളേരുടെ ഓരോ അവസ്ഥകൾ. അങ്ങനെ ഞാൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കോളേജിലേക്ക് പോയേക്കാം. നമ്മൾ ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്, പക്ഷെ ക്ലാസ്സിൽ ഒരൊറ്റ മനുഷ്യന്മാരില്ല. ഗൈസ്, ഞങ്ങൾ ചോറ് കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ചോറ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. ചോറ് കഴിഞ്ഞ നമ്മൾ വെള്ളം കുടിക്കണം ഗൈസ്. നമ്മളെവിടെ പോവാണ്? ക്യാൻറ്റീനിലേക്ക് പോവാണ് ഗൈസ്. എത്ര രൂപ കാട്ടി തരും? 15 രൂപയ്ക്ക് നമ്മൾ സാധനം വാങ്ങാൻ പോവാണ് ഗൈസ്. നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം 15 രൂപയ്ക്ക്. ആ കാണുന്നതാണ് നമ്മുടെ ക്യാൻറ്റീൻ. എന്ത് വാങ്ങാനാ പോകുന്നത്? 15 രൂപയ്ക്ക് എന്താണോ കിട്ടുന്നത്? നിനക്ക് എന്താ വേണ്ട? ഒരു പേടയും കിട്ടുന്നു. നമ്മളിപ്പോ തിന്നോണ്ടിരിക്കുന്ന ഐസ്ക്രീമിന്റെ പേരറിയത്തില്ല. പേരക്കയുടെ ടേസ്റ്റ് ആണ് ഗൈസ്, നല്ല ടേസ്റ്റ് ആണ്. പേരറിയാത്ത ഐസ്ക്രീമിന്റെ പേര് പേരക്ക. പേരക്കയുടെ ടേസ്റ്റ് ആണ്. പേരക്ക അടിച്ച് ഐസ്ക്രീം ആക്കി പറ്റിച്ചു. നല്ലല്ലേ? സൂപ്പർ ഗൈസ്, നിങ്ങളിത് വൃത്തിക്ക് തിന്നാൻ പഠിക്കണം. എങ്ങനെയുണ്ട്? പൊളി. ആദ്യം നമുക്ക് പേരക്ക അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എരി വന്നു, പിന്നെ പൈനാപ്പിൾ വന്നു, പിന്നെ മാംഗോ വന്നു. അങ്ങനെ പല ടേസ്റ്റ്. സാധനം ക്യാമറയുടെ. ഓക്കെ, ഹായ് മാലു. എന്റെ ബ്ലോഗിൽ മാലു വന്നിട്ട് മാത്രമേ ഉള്ളൂ, വേറെ ആരും. ടെൻഷൻ ഉണ്ടോ മാലു? മാലു മഴ പെയ്യുന്നുണ്ട്. ഐക്കിലർ വർഷ. അങ്ങനെ മാലുവിനെ ടാറ്റാ ബൈ ബൈ സി പറഞ്ഞ് വിട്ടിട്ട് ഞങ്ങൾ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറി. അവൾക്കൊരു ലിപ്സ്റ്റിക്ക് വാങ്ങാനുണ്ടായിരുന്നു. അവൾക്ക് ലിപ്സ്റ്റിക്ക് വാങ്ങാൻ കയറിയതാണെങ്കിലും നമ്മളിങ്ങനെ കടയിലൊക്കെ കയറി നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ഓരോ സാധനങ്ങൾ ഉടക്കുമല്ലോ. അത് ഉടക്കി കഴിഞ്ഞാൽ പിന്നെ വാങ്ങിയില്ലാനൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ എൻ്റെ കണ്ണിൽ ഉടക്കിയതാണ് ഈ 2 ബുഷും ഈ ക്രാബും. ഞാനത് വാങ്ങി, എൻ്റെ ഫേവറേറ്റ് കളറാണ്, അപ്പോൾ വാങ്ങാതിരിക്കാൻ ഒട്ടും പറ്റത്തില്ല. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ഗുഡ് ബൈ.